കണ്ടോ? കണ്ടില്ല. അതായത് എടോ, ഇപ്പൊ കല്യാണം കഴിക്കുന്നു, ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ അതായത് നമ്മളിപ്പോ ഒരു കല്യാണം കഴിക്കുമ്പോ ഇവര് പോയി പെണ്ണ് കാണുന്ന പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ മാട്രിമോണിയൽ സൈറ്റിൽ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പൊ ഫോട്ടോ വേണേ എഡിറ്റ് ചെയ്യാൻ എന്ത് വേണേ ചെയ്യാം. അങ്ങനെ പണ്ട് ഫോട്ടോ കൊണ്ട് കൊടുക്കും, ഫോട്ടോ സെറ്റപ്പ് ആയിട്ട് എടുത്ത് കൊടുക്കും, കളറൊക്കെ ഇച്ചിരി ഒന്ന് കൂട്ടി. അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ വീട്ടിൽ വരും. അപ്പൊ ഇങ്ങനെ ഒടുത്തൊരുങ്ങി നിൽക്കും, കുറെ തിന്നും, പറമ്പൊക്കെ ഉണ്ടോ, വീടൊക്കെ എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കും. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും, ചുറ്റുപാടൊക്കെ നോക്കും. സത്യത്തിൽ ഈ പെണ്ണിനെ ആണെ അവിടെ മാറ്റി നിർത്തി അവർക്ക് തുണിയില്ലാതെ കാണാനുള്ള അവസരം കൊടുക്കണം. മനസ്സിലായോ? പിന്നെ കളിച്ചു നോക്കണം, എന്തായാലും നോക്കണം. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നത്. വിഷയം അതാ, ഇവിടെ പലരും അനുഭവിക്കുന്ന പ്രശ്നം അതാ, കളി ശരിയാവുന്നില്ലെന്ന്. അതെ അതെ, അത് വലിയ പ്രശ്നമാണ്. ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്തൊരു റിസ്ക് അവര് എടുക്കണത്. അതെ അല്ലേ? ഇവരെന്താ പ്രോഡക്റ്റ് എന്താണെന്നറിയാം, അത് വീട്ടിൽ കൊണ്ടുപോകണോ? അതെ, അതുമല്ല കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് വന്നേക്കുന്നേ. കളി എടോ, അത് നോക്കണ്ടേ, ചെക്ക് ചെയ്യണ്ടേ. ചുമ്മാ കണ്ടിട്ട് കാര്യമില്ല, കാണാൻ ചരക്കൊക്കെ ആയിരിക്കും, പക്ഷെ ചിലപ്പോ മണ്ടത്തരമായിരിക്കും. കളിക്കാൻ അല്ല, മറ്റേ കുട്ടികളുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ സെക്സ് ചെയ്യുന്നത്. അതാണല്ലോ, അത് മനസ്സിലാവണമല്ലോ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടാക്കുക. അത് മാത്രമാണ് പരിപാടി, വേറെ ഒന്നും ആലോചിക്കുന്നില്ലല്ലോ ഇപ്പൊ. പക്ഷെ അങ്ങനല്ല, ഈ കാലം പുരോഗമിച്ചപ്പോ ഈ പിള്ളേർ പിള്ളേരത് മാറ്റി. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അവർക്കറിയാം, അവര് കുറച്ച് കളിച്ചൊക്കെ നോക്കും. എങ്ങനെ നിർബന്ധമൊന്നും ഇല്ല, എടുക്കണമെന്നും ഇല്ല. രണ്ടുപേർക്കും വെറുതെ കളി നടത്തി പോകണ്ടുള്ളൂ. കളിയൊക്കെ നടന്നു, നല്ല കളിയാന്നൊക്കെ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ നല്ല കളിയാന്ന്, സൂപ്പർ കളി, ഇടയ്ക്ക് കളിക്കാന്ന് എനിക്ക് തോന്നുവാണ്. അങ്ങനെ ഒരു കളി കളിക്കണേ വരാന്നൊക്കെ പറയണ പോലെ അല്ലേ? അല്ലാതെ ഈ കല്യാണം കഴിച്ചിട്ട് എന്ത് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലീഗൽ കളി ആയതുകൊണ്ട് അതിന് അസുഖം കൂടുവോ? ഭയങ്കര മണ്ടത്തരം തന്നെ കാണിച്ചത്. ലീഗലായിട്ട് കളിക്കുന്നതിലും സുഖം ഇല്ലീഗലായിട്ട് കളിക്കാനാണ്. കളിച്ചു നോക്ക്. ശരിയാ കേട്ടോ, അങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ട്. അയ്യോ, ഒളിച്ചൊക്കെ കേറി കളിച്ചിട്ടുണ്ടോ? അതെ, സത്യം. ഇരുട്ടത്തൊക്കെ കേറി മതിലൊക്കെ ചാടി അകത്ത് കേറി അടുക്കളയിലെ കഥ തുറന്നിട്ടേക്കണം. അതെ, ഏത് കഥ തുറന്നിട്ടുണ്ടോ? അങ്ങനെ അടിച്ചിട്ടുണ്ടോടാ? കൊട്ട നീ അങ്ങനെ കൊടുത്തിട്ടുണ്ടോടി? അങ്ങനെ കൊടുത്തിട്ടുണ്ടോടി? അതോ നീ വരുന്ന എല്ലാ ദിവസവും വരുന്ന അവര് തന്നെയാണോ കൊടുക്കുന്നത്? അവൻ തന്നെയാണോ വരുന്നതൊക്കെ നോക്കണേ. ഏതെങ്കിലും ഒരുത്തം കണ്ടോണ്ട് ഇപ്പുണ്ടോ സൈഡില്? അവൻ നൈസായിട്ട് ഇവര് വെട്ടിയിട്ടിട്ട് കയറിപ്പോ പുതിയാല് വെക്കും. അങ്ങനത്തെ വൈരന്മാരൊക്കെ ഉണ്ട്. അയ്യോ, അല്ല ഞാൻ പറയുവാന്നേ. അപ്പൊ അങ്ങനെ ഇവിടെ നടക്കുന്നേ, ഇവിടെ കൂടുതൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ അങ്ങനെ പറയുമ്പോ? ഭൂരിപക്ഷം മെജോറിറ്റി ഈ പറഞ്ഞ കാശും ജോലിയും അല്ലേ, അതൊക്കെ കണ്ടിട്ടല്ലേ കെട്ടിയത്. ആ അറേഞ്ച് മാരേജ് പോലെ ഒരു ഊമ്പിയ പരിപാടി ലോകത്തുണ്ടാകത്തില്ല. ഗതികെട്ടവരുടെ അത് തന്നെ ഒന്ന് കേട്ട്, അറേഞ്ച് ചെയ്തേക്കോ മാരേജ് ഒക്കെ